3 ഡയമെൻഷൻ ജിയോമെട്രി എന്ന 11ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം അവയുടെ നോട്ട്സ് എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കാണാനായിട്ട് പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് അങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ഇത് വെക്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ വെക്റ്റർ ഫോമിൽ തന്നാൽ അതിൻ്റെ ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒന്നാമത്തെ ലൈൻ എടുക്കാമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഏതാണ്? ഈ ലാംഡയ്ക്ക് ശേഷം വരുന്ന ഭാഗമാണ്. നമ്മൾ ഡയറക്ഷൻ സാധാരണ വെക്റ്റർ b1 എന്ന് എഴുതുന്നു. അതെന്താണ്? I - j - 2k. അടുത്ത രണ്ടാമത്തെ ലൈൻ എടുക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ ഏതാണ്? അത് b2 ആയിട്ട് എടുക്കാം. 3i - 5j - 4k. അപ്പോൾ നമുക്ക് b1 ഡയറക്ഷൻ കിട്ടി. രണ്ട് ലൈൻസിനും ഡയറക്ഷൻ കിട്ടി. ഇനി ആംഗിൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? നമ്മുടെ ഫോർമുല അനുസരിച്ച് cos θ = absolute value b1.b2 by absolute value of b1 into absolute value of b2 അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 b2 നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് കാണുന്നത്? 1 into 3 plus -1 into -5 plus -2 into -4 by root of. ആദ്യത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1² plus -1² plus -2². രണ്ടാമത്തതോ 3² plus -5² plus -4². ഇത് നമ്മൾ എഴുതുമ്പോൾ 3 plus 5 plus 8. ഇത് 4 plus 1 plus 4 plus 1 5 root 6 എന്ന് വരും. ഇത് 16 25 plus 9 എത്രയാണ്? 25 plus 9 34 വരും. 34 plus 16 ആണ്. അപ്പം നമുക്കിവിടെ 9 ഉണ്ട്, 25 ഉണ്ട്, 16 വരും. അപ്പോൾ നമുക്കത് റൂട്ട് 80 എന്നാണ് കിട്ടുന്നത്. റൂട്ട് 50 വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡ് എടുക്കുകയാണ്. അപ്പോൾ നമുക്കെന്ത് കിട്ടും? 16/√6 into √5 50. ഇത് വേണേൽ ഒന്നിച്ച് നമുക്ക് റൂട്ട് ഓഫ് 300 എന്ന് എഴുതാം. അപ്പം 16 ഇതിനെ നമുക്ക് 10√3 എന്ന് വേണേൽ എഴുതാം. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 8/5√3. ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ അബ്സല്യൂട്ട് വാല്യൂ ഒഴിവാക്കി വേണം എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8/5√3 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ, അപ്പോൾ നമുക്ക് cos θ ആണ് കിട്ടിയത്. അപ്പോൾ തീറ്റ ആയിട്ട് കാണണമെന്ന് നമ്മൾ എന്ത് എഴുതാൽ മതി? cos ഇൻവേഴ്സ് 8/5√30 5 into √3 കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഒന്നാമത്തെ ഈ രണ്ട് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഇൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Find the angle between the two pairs of lines. ഇവിടെ ഇക്വേഷൻ തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണ്. അപ്പോൾ താഴെയുള്ള ഇതൊക്കെയാണ് ഈ വരുന്ന നമ്പേഴ്സാണ് എന്ത്? അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഒന്നാമത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ നമ്മളിങ്ങനെ എടുക്കുകയാണ്. A1 B1 C1 അതൊക്കെയാണ് 2 5 -3. രണ്ടാമത്തെ ലൈൻ എടുക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ A2 B2 C2 ആയിട്ട് എടുത്താൽ -1 8 4. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലാകുമ്പോൾ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? cos θ = അബ്സല്യൂട്ട് വാല്യൂ A1 A2 plus B1 B2 plus C1 C2 by root of A1 square plus B1 square plus C1 square
a2 square plus b2 square plus c2 square is equal to absolute value of a1 a2 എന്ന് പറയുമ്പോൾ 2 into minus 1 plus 5 into 8 plus minus 3 into 4 root of 2 square plus 5 square plus minus 3 square. അടുത്തത് minus 1 square plus 8 square plus 4 square. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 plus 40 minus 12 എന്ന് വരും. ഇവിടെ റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് 25 ഉണ്ട്, 9 ഉണ്ട്, 4 ഉണ്ട്. റൂട്ട് 38 വരും ഇൻറ്റു അടുത്തതിൻ്റെ 64 plus 16 plus 1 വരും, റൂട്ട് 81 വരും. അപ്പോൾ നമുക്ക് 40 minus 14 ആണ്, 26 വരും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 26/9 ഇൻറ്റു റൂട്ട് 38 എന്നാണ്. അപ്പോൾ കോസ് തീറ്റ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീറ്റ കാണാൻ എന്ത് ചെയ്യണം? കോസ് ഇൻവേഴ്സ് 26/9 ഇൻറ്റു റൂട്ട് 38. അപ്പോൾ ഇതായിരിക്കും രണ്ടാമത്തെ ഈ രണ്ട് പേഴ്സ് ഓഫ് ലൈൻസിൻ്റെ ആംഗിൾ നമ്മൾ തീറ്റ ഇസിക്കൽ കോസ് ഇൻവേഴ്സ് 26/9 ഇൻറ്റു റൂട്ട് ഓഫ് 38 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോ ദാറ്റ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെ കാർട്ടീഷ്യൻ ഫോമിലാണ് നമുക്ക് മനസ്സിലായി. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ ആണെങ്കിലാണ് ഇത് നമുക്ക് ഡയറക്ഷൻ റേഷ്യോ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇത് എക്സ് മൈനസ് ഇത് y -2 ആണ്, z -0/1 എന്ന് എഴുതാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായതുകൊണ്ട് നമുക്ക് ആദ്യത്തിൻ്റെ ഡയറക്ഷൻ റേഷ്യോ a1 b1 c1 എങ്ങനെ എടുക്കാം? 7 - 5 1 ഉണ്ട്. അടുത്ത ലൈൻ സ്റ്റാൻഡേർഡ് ഫോമിലാണ് x -0/1 എല്ലാം സ്റ്റാൻഡേർഡ് ഫോമിലായതുകൊണ്ട് അടുത്ത സെറ്റ് ഡയറക്ഷൻ റേഷ്യോ a2 b2 c2 എന്ന് എടുക്കാം. അതെന്താണ്? 1 2 3 ആണ്. ഇനി ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ ആ നോട്ടിനകത്ത് പറഞ്ഞായിരുന്നു രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവുന്നത് എപ്പോഴാണ്? a1 a2 plus b1 b2 plus c1 c2 0 ആകുമ്പോഴാണ്. നമുക്ക് നോക്കാം. a1 a2 plus b1 b2 plus c1 c2 is equal to that is 7 into 1 plus -5 into 2 plus 1 into 3. That is 7 minus 10 plus 3. That is 10 minus 10 is equal to 0. അപ്പോൾ a1 a2 plus b1 b2 plus c1 c2 0 ആയതുകൊണ്ട് എന്താണ്? ഈ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. Therefore the two given lines are perpendicular. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡയറക്ഷൻ റേഷ്യോയുടെ പ്രോഡക്റ്റിൻ്റെ സമ്മ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സോ ദാറ്റ് ദിസ് ലൈൻ ആൻഡ് ദിസ് ലൈൻ ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്. റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ പിയുടെ വാല്യൂ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഈ ലൈൻസ് ഒന്ന് നോക്കാം. given lines are 1 minus x/3 is equal to 7y minus 14/2p is equal to z minus 3/2 and അടുത്ത ലൈൻ എന്താണ്? 7 minus 7x/3p is equal to y minus 5/1 is equal to 6 minus z/5 ആണ്. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലല്ല നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റണം. മാറ്റാണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. മൈനസ് ഓഫ് x minus 1/3 എന്ന് എഴുതാം. ഇവിടെ 7 into y minus 2/2p എന്ന് എഴുതാം. ഇത് കറക്റ്റ് ഫോമിലാണ്. z minus 3/2 ആൻഡ് ഇവിടെ നമുക്ക് -7 എടുത്തു കഴിഞ്ഞാൽ x minus 7 എന്ന് എഴുതാം. x minus 1 എന്ന് എഴുതാം. ശരിയല്ലേ? നോക്കി -7x minus of minus plus 7/3p എന്ന് എഴുതാം.
y മൈനസ് 5/1 കറക്റ്റ് ഫോമിലാണ്. മൈനസ് ഓഫ് z മൈനസ് 6/5 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതി കഴിഞ്ഞാൽ x മൈനസ് 1/-3 സീക്കൽ ടു y മൈനസ് 2/2p/7 സീക്കൽ ടു z മൈനസ് 3/2. ഇത് ഒന്നാമത്തെ ലൈൻ സ്റ്റാൻഡേർഡ് ഫോമിലായി. രണ്ടാമത്തെ ലൈൻ എങ്ങനെ എഴുതാം നമുക്ക്? x മൈനസ് 1/3p/-3p/7 ചെടിക്കാൻ എഴുതാണ് -3p/7 സീക്കൽ ടു y മൈനസ് 5/1 അത് കറക്റ്റ് ഫോമിലാണ് z മൈനസ് 6/-5. അപ്പം എല്ലാം സ്റ്റാൻഡേർഡ് ഫോമിലായി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്ക് a1 b1 c1 എന്ന് എഴുതിയാൽ എങ്ങനെ എഴുതാം? -3 ഉണ്ട്, 2p/7 ഉണ്ട്, 2 ഉണ്ട്. a2 b2 c2 രണ്ടാമത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എഴുതിയാൽ അങ്ങനെയാണ് -3p/7 1 -5. ഇപ്പോൾ രണ്ട് ലൈൻസിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയി. ഗിവൺ ദാറ്റ് ദ ടു ലൈൻസ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 സീക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു -3p/7 പ്ലസ് 2p/7 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -5 സീക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് 9p/7 പ്ലസ് 2p/7 സീക്വൽ ടു ഈ മൈനസിന് അപ്പുറത്ത് വരുമ്പോൾ +10 ആയി. അപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ ആണ് വേണ്ടത്. ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 11p/7 എന്ന് വരും സീക്വൽ ടു 10. സോ വാട്ട് ഈസ് p? 70/11 ഇതായിരിക്കും. നമ്മൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പിയുടെ വാല്യൂ കാണുന്നു 70/11. ഇപ്പോൾ ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പിയുടെ വാല്യൂ തീർച്ചയായിട്ടും എത്രയായിരിക്കും? 70/11 ആയിരിക്കും. അടുത്ത നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Show that the lines through the points 4, 7, 8, 3, 2, 3, 4 is parallel to the line through the points. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ലൈൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് 4, 7, 8 ഉണ്ട്. അത് പാസ് ചെയ്യുന്ന മറ്റു പോയിന്റ് 2, 3, 4 ആണ്. രണ്ടാമത്തെ ലൈന് സെക്കൻഡ് ലൈനിൻ്റെ പാസ് ചെയ്യുന്ന പോയിന്റ് -1, -2, 1 ആണ്. 1, 2, 5 ആണ്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലലാണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ രണ്ടിൻ്റെ ഡയറക്ഷൻ റേഷ്യോ പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ പോലെ. അപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ a1 b1 c1 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിഫറൻസ് ഓഫ് കോർഡിനേറ്റ്സ് ആണ്. 2 - 4 -2 എന്ന് എഴുതാം. 3 - 7 -4 4 - 8 -4. രണ്ടാമത്തെ ലൈൻ എടുക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ a2 b2 c2 എടുക്കുന്നു. അപ്പോൾ 1 - -1 2 വരും. 2 - -2 2 + 2 4 വരും. 5 - 1 4 വരും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് പ്രൊപ്പോർഷണൽ ആണെന്ന് നോക്കിയേ. a1/a2 സീക്വൽ ടു b1/b2 സീക്വൽ ടു c1/c2 സീക്വൽ ടു -1 അല്ലേ നോക്കി. വാട്ട് ഈസ് -2/2 -1 -4/4 -1 -4/4 -1. അപ്പോൾ എന്താണ്? പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണൽ ലൈൻ നമുക്ക് എന്നാ പറയാൻ സാധിക്കും? ഫോർ ദ ഗിവൺ ലൈൻസ് ആർ പാരലൽ. ഇത് പാരലാണ് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഷോ ദാറ്റ് ദ ലൈൻസ് ത്രൂ ദ പോയിന്റ്സ്. ഇവിടെ പോയിന്റ്സിന് വ്യത്യാസമുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് പോയിന്റ്സ് നോക്കാം. പോയിന്റ്സ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1 - 1 2. അടുത്തത് 3, 4 - 2. അടുത്ത ലൈൻ പറഞ്ഞിരിക്കുന്നത് 1 - 1 2 3, 4 - 2 0, 3, 2 3, 5, 6 ആണ്. രണ്ട് ലൈൻസ് ഇങ്ങനെ വരച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ നോക്കാം. ഒന്നാമത്തെ ഡയറക്ഷൻ റേഷ്യോ 3 - 1 2 4 - -1 5
-2 -2 -4 വരും. അടുത്ത് 3 - 0 3, 5 - 3 2, 6 - 2 4 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ലൈൻസിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടും. ഇനി നമുക്ക് A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് 0 കിട്ടുകയാണെങ്കിൽ ലൈൻസ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 2 × 3 പ്ലസ് 5 × 2 പ്ലസ് -4 × 4, that is 6 plus 10 minus 16, 16 minus 16 is equal to 0 എന്ന്. അപ്പോൾ എന്താണ് ഈ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 0 ആയതുകൊണ്ട് എന്താണ്? Therefore the lines are perpendicular. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രോബ്ലംസ്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഈ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് നമുക്ക് പഠിക്കാനില്ല എങ്കിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ചിലപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളിത് എടുത്തത്. ഇത് മാത്രമേ നമ്മൾ ഫോക്കസ് ഏരിയ അല്ലാതെ നമ്മൾ എടുത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. ഇപ്പോൾ രണ്ട് ലൈൻസ് തന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്പേസിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ രണ്ട് ലൈൻസ് എടുത്താൽ ആ രണ്ട് ലൈൻസ് ഒന്നിൽ പാരലായിട്ട് വരും, ഇങ്ങനെ പാരലൽ ലൈൻ വരും, അല്ലെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും. രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു കേസാണ്. ഒന്നിലെ ഒരു ലൈൻ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, പാരലൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള നമുക്കത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരവസരത്തിൽ ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ SD എന്ന് എഴുതും, അത് 0 ആയിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. നേരെ കുറച്ച് പാരലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ലൈനാണോ വരയ്ക്കുന്നത്? ഇതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അല്ലാതെ നമുക്കറിയാം ഇങ്ങോട്ടൊക്കെ ചെരിച്ചൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലെങ്ത് കൂടി വരും. പക്ഷെ നമുക്ക് വേണ്ടത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ, നമ്മൾ ഈ രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ അവ തമ്മിലുള്ള അകലമായിരിക്കും എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഇനി നമുക്ക് സ്പേസിൽ മറ്റ് രണ്ട് ലൈൻസ് കൂടെ പഠിക്കാനുണ്ട്. അതായത് ഇപ്പം രണ്ട് ലൈൻസ് വിച്ച് ആർ നെയ്തർ ഇൻ്റർസെക്റ്റിംഗ് നോർ പാരലൽ. ഇപ്പോൾ ഒരു സ്പേസിലെ രണ്ട് ലൈൻസ് അത് ഇൻ്റർസെക്റ്റും ചെയ്യുന്നില്ല, പാരലും അല്ല, ഒരിക്കലും അത് പാരലും അല്ലാതെ ഒരിക്കലും ഇൻ്റർസെക്റ്റും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ലൈൻസിനെ നമുക്ക് സ്ക്യൂ ലൈൻസ് എന്ന് പറയും. സ്ക്യൂ ലൈൻസ്. ഇപ്പോൾ എന്താണ് സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ? ടു ലൈൻസ് വിച്ച് ആർ നെയ്തർ ഇൻ്റർസെക്റ്റിംഗ് നോർ പാരലൽ ആർ കോൾഡ് സ്ക്യൂ ലൈൻസ്. പക്ഷേ സ്ക്യൂ ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ, നമ്മളിപ്പോൾ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിനാണ്. ഒരു പ്ലെയിനിൽ നമുക്ക് ഒരിക്കലും സ്ക്യൂ ലൈൻസ് വരയ്ക്കാൻ പറ്റത്തില്ല. രണ്ട് പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ നമുക്ക് അവിടെ വരയ്ക്കാൻ സാധിക്കും. ഒന്നിലധികം പ്ലെയിൻസിൽ നമുക്ക് സ്ക്യൂ ലൈൻസ് വരും. അപ്പോൾ ഒരു പ്ലെയിൻ മാത്രം നമുക്ക് ഈ ബോർഡിലൊന്നും ഒരിക്കലും നമുക്ക് സ്ക്യൂ ലൈൻസ് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യും. പാരലാണെങ്കിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ പാരലും അല്ല ഇൻ്റർസെക്റ്റിംഗ് അല്ലാത്ത ഒരു ലൈനാണ് നമ്മൾ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും നോൺ കോപ്ലെയിനർ ആയിരിക്കും. പല പ്ലെയിനിലായിട്ടായിരിക്കും അത്, അല്ലെങ്കിൽ ഒന്നിലധികം പ്ലെയിനിലായിട്ടായിരിക്കും അങ്ങനെ രണ്ട് ലൈൻസ് വരും. അപ്പോൾ അങ്ങനെ സ്ക്യൂ ലൈൻസ് ഇപ്പം നമുക്ക് ബോർഡിലൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ ഇവരിലെ ഒന്ന് കാണിച്ചു തരാവുന്ന ഒരു ഐഡിയ ഇതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു റൂം, ഇത് X ആക്സിസ് Y ആക്സിസ് Z ആക്സിസ്, ഇപ്പോൾ ഒരു മുറിയുടെ 3 ഭിത്തികൾ ഇങ്ങനെ വന്ന് ചേരുന്ന ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതൊരു മുറിയുടെ 4 ചുവരുകളാണെന്ന് വിചാരിക്കും. ഇങ്ങോട്ട് ഇത്രയും ഭാഗം 4 സൈഡുണ്ടല്ലോ, മേലോട്ട് 4 സൈഡുണ്ട്. 4 ഭിത്തിയുടെ 4 ചുവരുകളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിയും ബിയും കൂടെ ജോയിൻ ചെയ്തൊരു വര ഇങ്ങനെ നമുക്ക് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ അഡ്ജസ്റ്റ് ഡിയും ബിയും കൂടെ ജോയിൻ ചെയ്ത് DB വരയ്ക്കും, ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കും. ഡിയിലും ബിയിലൂടെ പാസ് ചെയ്യും. അതുപോലെ തന്നെ ജിയിലും ഇയിലും കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തുമില്ല. അത് പാരലും അല്ലാത്ത ലൈൻസാണ്. അപ്പോൾ അത് 3Dയിൽ മാത്രമേ പോസിബിൾ ആകുന്നുള്ളൂ എന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. നമ്മുടെ പുസ്തകത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു മുറിയുടെ ചുവരുകൾ എടുക്കാമെങ്കിൽ നമ്മൾ ഈ കോർണറായിട്ട് യോജിപ്പിച്ച് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. അതല്ലെങ്കിൽ ജിയുമായിട്ട് ജോയിൻ ചെയ്ത് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. അങ്ങനെയുള്ള ഈ രണ്ട് ലൈൻസ് ദേ ആർ സ്ക്യൂ ലൈൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദേ ആർ നെയ്തർ ഇൻ്റർസെക്റ്റിംഗ് നോർ പാരലൽ ആയിട്ടുള്ളതാണ്.
ഇനി എന്താണ് ഇനിയിപ്പം നമുക്ക് തൽക്കാലം രണ്ട് ലൈൻസ് വരച്ചിട്ട് നമ്മളിവിടെ പാരലൽ ലൈൻ ആണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് വരച്ചിട്ട് അവ തമ്മിലുള്ള അകലത്തെ ഞാൻ പറഞ്ഞു. ഇപ്പം രണ്ട് സ്ക്യൂ ലൈൻസ് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് ലൈൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. അവ തമ്മിലുള്ള അകലം ഇപ്പം നമുക്ക് L1 L2 എന്നും പറഞ്ഞ് ഇപ്പോൾ രണ്ട് പ്ലെയിനിലാണ് നമുക്ക് ബോർഡിൽ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ഒരു ലൈനും L2 എന്ന് പറഞ്ഞ ഒരു ലൈനും ഉണ്ട്, സ്ക്യൂ ലൈൻസ് ആണെന്ന് വിചാരിച്ചു. അവയ്ക്ക് നമുക്ക് L എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. അത് ഈ രണ്ട് ലൈൻസിനെ എമ്മിലും എന്നിലുമാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് കരുതുക. അപ്പം നമ്മളിവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ ഈ എമ്മും എന്നും ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് കിട്ടുന്നെന്ന് വിചാരിച്ചു. ഇപ്പം രണ്ട് ലൈൻസിനും, ഈ പറയുന്ന രണ്ട് സ്ക്യൂ ലൈൻസിനും പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ സാധിച്ചെങ്കിൽ ഇപ്പം ആ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എമ്മും എന്നും. അപ്പോൾ MN ആയിരിക്കും, M തൊട്ട് N വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമുക്ക് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ ഇനി സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചാണ്, വെക്ടർ ഇക്വേഷൻ, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ വെക്ടർ R = A + λ(b1), മറ്റൊരു ലൈന് അതാണ് A1 + λ(b1), A2 + λ(b2), രണ്ട് ലൈൻസ് നമുക്കുണ്ടെന്ന് വിചാരിക്കും. ഇതേപോലെ രണ്ട് ലൈൻസ് A1 + λ(b1), A2 + μ(b2). എന്ന് നമുക്ക് ഈ ലാംഡയ്ക്ക് പകരം വേറൊരു കോൺസ്റ്റന്റ് കൊടുക്കാം, μ(b2) എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അത് നമുക്ക് ഒരു പ്രൊജക്ഷൻ്റെ ഒക്കെ ഒരു ആശയം കൊടുത്താണ് ഇതിൻ്റെ പ്രൂഫ് നമ്മൾ അവർ എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രൂഫ് ആവശ്യമില്ല, നമുക്ക് ആ റിസൾട്ട് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് MN ആണെന്ന് അറിയാം. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു ഫോർമുല ഇങ്ങനെയാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഈ ഡയറക്ഷൻ B1 × B2 ആദ്യം എഴുതും, ഡോട്ട് A2 - A1 എഴുതും, A2 - A1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 × B2. എന്നിട്ട് മൊത്തത്തോടെ ഒരു മോഡുലസ് കൂടി എടുക്കും. അപ്പോൾ ഇതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. നമ്മൾ സാധാരണ SD എന്നാണ് എഴുതാറുള്ളത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു ഫോർമുല ഇങ്ങനെയാണ്. നമുക്ക് ഇത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഉപയോഗിച്ചാണ് ഈ ഒരു ഫോർമുലയിൽ എത്തിച്ചേരുന്നത്. നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല. തൽക്കാലം നിങ്ങൾ ഈ ഫോർമുല മാത്രം നമുക്ക് പ്രോബ്ലമായി ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല ഓർത്തിരിക്കുക. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് വെക്ടർ R = A1 + λ(b1), വെക്ടർ R = A2 + μ(b2) എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് ലൈൻസ് ആണ്. സ്ക്യൂ ലൈൻസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് ലൈൻസ് ആണെങ്കിൽ അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഇതാണ്. എന്താണ്? B1 × B2 ഡോട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെക്ടർ A2 - വെക്ടർ A1 ഹോൾ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 × B2. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമുക്ക് രണ്ട് ലൈൻസിൻ്റെ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും. അപ്പം രണ്ട് ലൈൻസ് തന്നിട്ട് അത് ഇൻ്റർസെക്റ്റിംഗ് ആണോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു മാർഗം എന്ന് വെച്ചാൽ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആകുമെന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂമറേറ്റർ 0 ആവും എന്ന് പറഞ്ഞാൽ B1 × B2 ഡോട്ട് A2 - A1. ഇതൊന്ന് പരിശോധിച്ചാൽ അത് 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പറയാൻ സാധിക്കും ഈ ലൈൻസ് എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പം രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ അവയുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ന്യൂമറേറ്റർ മാത്രമേ കാണുമ്പോഴേ 0 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന രണ്ട് ലൈൻസ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു, R = A1 + λ(b), അടുത്തത് വെക്ടർ R = A2 + λ(b). അപ്പോൾ ഈ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഈ രണ്ട് വെക്ടേഴ്സ് സെയിം ആണെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? എപ്പോഴും പാരലലായിരിക്കും. ഇത് രണ്ടും സെയിം ആയിട്ട് വരുവാണെങ്കിൽ ഓർത്തോണം, രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ ഇവ രണ്ട് സെയിം വന്നാൽ നമുക്കിവിടെ B1 B2 ഡിഫറൻ്റ് ആയിട്ട് വരിക, സെയിം ആയിട്ടല്ലേ വരും. അങ്ങനെയുള്ള അവസ്ഥയെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു ഫോർമുല ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് B ക്രോസ്, ഇവിടെ ക്രോസ് ആണ്, ഡോട്ടിന് പകരം ക്രോസ് ആണ്. ബാക്കിയെല്ലാം A2 - A1 ഡിവൈഡ് ബൈ ഇവിടെ വരുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലായിട്ട് വരികയാണ്. ഇതിപ്പോൾ നമ്മൾ സ്ക്യൂ ലൈൻസ് ആണ് ഇട്ടെടുത്തിരിക്കുന്നത്, പാരലല്ല. സ്ക്യൂ ലൈൻസ് ഒരിക്കലും പാരലായിരിക്കില്ല.
അപ്പോൾ ഈ പാരലായിട്ട് വരുന്ന രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനായിട്ട്, അപ്പോൾ ഇവിടെ സെയിം ആയിരിക്കും, ഇവിടെ രണ്ട് സെയിം ആയിട്ട് വരും. അങ്ങനെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാം, ഇത് കാണാൻ പഠിക്കുക. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. ഇനി ഇത് രണ്ട് പാലിലാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഈ രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നോക്കാം. First question, find the shortest distance between the lines. ഇവിടെ രണ്ട് ലൈൻസ് തന്നിരിക്കുകയാണ്. അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കാണാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആർ ബാർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു I പ്ലസ് 2j പ്ലസ് k പ്ലസ് ലാംഡ ഇൻറ്റു I മൈനസ് j പ്ലസ് k. അടുത്ത ലൈന് 2i മൈനസ് j മൈനസ് k plus mu into 2i plus j plus 2k. ഇപ്പം എന്താണ്? രണ്ട് ലൈൻസ് ആണ്. അവയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നതാണ്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു I പ്ലസ് 2j പ്ലസ് k പ്ലസ് ലാംഡ ഇൻറ്റു I മൈനസ് j പ്ലസ് k. രണ്ടാമത്തെ ഇക്വേഷൻ 2i മൈനസ് j മൈനസ് k പ്ലസ് mu ഇൻറ്റു 2i പ്ലസ് j പ്ലസ് 2k. ടെസ്റ്റ് വെദർ they are intersecting. They are intersecting. ഇത് ഇന്റർസെക്റ്റിംഗ് ആണോ എന്ന് പരിശോധിക്കാൻ കൂടി പറയുന്നു. അപ്പോൾ നമുക്കറിയാം രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ ആണെന്നിരിക്കും. ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനാണ്. അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. അപ്പോൾ നമുക്കറിയാം ഈ ലാംഡ കഴിഞ്ഞ് വരുന്നതാണ് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ. B1 ഇത് B1 ഇത് B2 ഇത് A1 ഇത് A2 പാസ് ചെയ്യുന്ന പോയിന്റ്സ് ആണല്ലോ നമ്മൾ A ബാർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉടനെ തന്നെ A1 ഇസ് ഈക്വൽ ടു വെക്ടർ A1 ഇസ് ഈക്വൽ ടു I പ്ലസ് 2j പ്ലസ് k. A2 ഇസ് ഈക്വൽ ടു പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് 2i മൈനസ് j മൈനസ് k. ഇനി B1 എന്ന് പറഞ്ഞാൽ എന്താണ്? B1 വെക്ടർ ഇതാണ്, ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നതാണ്. I മൈനസ് j പ്ലസ് k ആണ്. B2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2i പ്ലസ് j പ്ലസ് 2k ആണ്. അപ്പോൾ നമുക്ക് ഫോർമുലയ്ക്കകത്ത് ഏതായാലും A2 മൈനസ് A1 വേണം. അത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് കാണാം. A2 മൈനസ് A1 അതാണ് 2 മൈനസ് 1 I എന്ന് വരും. 1 മൈനസ് 1 മൈനസ് 2 മൈനസ് 3j മൈനസ് k മൈനസ് 2k. A2 മൈനസ് A1 അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് B1 ക്രോസ് B2 വേണം. B1 ക്രോസ് B2 നമ്മൾ സാധാരണ ക്രോസ് പ്രോഡക്റ്റ് കാണുന്നത് എങ്ങനെയാണ്? IJK. B1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 മൈനസ് 1 1, അടുത്ത് 2 1 2. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ I ഇൻറ്റു മൈനസ് 2 മൈനസ് 1 മൈനസ് j ഇൻറ്റു നമ്മൾ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചുള്ള എക്സ്പാൻഷനാണ്. മൈനസ് j ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 2 പ്ലസ് k ഇൻറ്റു k ക്യാപ്പ് ഇൻറ്റു 1 പ്ലസ് 2 എന്നുണ്ട്. ദാറ്റ് ഈസ് മൈനസ് 3i പ്ലസ് 0j പ്ലസ് 3k. അപ്പോൾ I ഇൻറ്റു മൈനസ് 2 മൈനസ് 1 മൈനസ് j ഇൻറ്റു 2 മൈനസ് 2 പ്ലസ് k ഇൻറ്റു 1 പ്ലസ് 2 3 എന്ന് വരും.
അപ്പോൾ ഇതാണ് B1 ക്രോസ് B2. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാം. നമ്മുടെ ഫോർമുല ഇതായിരുന്നു, അബ്സല്യൂട്ട് വാല്യൂ. അബ്സല്യൂട്ട് വാല്യൂ ഇടുന്ന എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്, B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് ഇൻറ്റു B1 ക്രോസ് B2. ഇതാണ് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്താൽ മതി. B1 ക്രോസ് B2 നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. 3i പ്ലസ് 0j പ്ലസ് 3k ഡോട്ടാണെന്നുള്ള പ്രത്യേകം ഡോട്ട് പ്രോഡക്റ്റ് ആണ്. A2 മൈനസ് A1 നമ്മൾ കണ്ടു, i മൈനസ് 3j മൈനസ് 2k ആണ്, ഡിവൈഡ് ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B1 ക്രോസ് B2. ഇതിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇനിയിപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മളൊന്ന് കണ്ടെടുത്താൽ മാത്രം മതി, നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം, അബ്സല്യൂട്ട് വാല്യൂ. ഇതെങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് പ്രോഡക്റ്റ് എടുക്കണം. മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 നമ്മൾ എഴുതുന്നില്ല, പ്ലസ് അടുത്തത് 3 ഇൻറ്റു മൈനസ് 2 ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 പ്ലസ് 9. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ മൈനസ് 3 മൈനസ് 6 ബൈ റൂട്ട് 18 വരും. അപ്പോൾ ഇത് 9 വരുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ബൈ റൂട്ട് 18 വരും. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 9 ബൈ റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 ദാറ്റ് ഈസ് 9 ബൈ 3 റൂട്ട് 2 എന്ന് എഴുതാം, ദാറ്റ് ഈസ് 3 ബൈ റൂട്ട് 2. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ആണ്, ആ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. അപ്പോൾ ഫോർമുല ഒന്നുകൂടെ ഓർക്കണം, B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ഇത് അപ്ലൈ ചെയ്താൽ ഉടനെ നമുക്ക് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമ്മൾക്കിവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് 3 ബൈ റൂട്ട് 2 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണ്. 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കും? ദേ ആർ നോട്ട് ഇൻ്റർസെക്റ്റ്. അപ്പോൾ അതിൻ്റെ ബി പാർട്ടിൽ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഒന്നാമത്തേതിനകത്ത് പറയുന്നുണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 വരികയാണെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് ആണ്. ഇവിടെ 3 ബൈ റൂട്ട് 2 ആണ് നമുക്ക് പിന്നെ കിട്ടിയത്. അപ്പോൾ 3 ബൈ റൂട്ട് 2 വന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കും? ഈ ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് അല്ല എന്ന് പറയാൻ സാധിക്കും. നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നമുക്ക് A1 വേണം, A2 വേണം, വെക്ടർ A1, വെക്ടർ A2, വെക്ടർ B1, വെക്ടർ B2 ഇത്രയും വേണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒന്നാമത്തെ പാസ് ചെയ്യുന്ന പോയിന്റ്സ് എന്താണ്? പാസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഈ മൈനസിന് ശേഷം വരുന്ന സംഖ്യകളാണ്. അപ്പം -1, -1, -1 ആണ്. അപ്പോൾ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് വെക്ടർ ഫോമിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് -i -j -k. അപ്പോൾ അത് നമുക്ക് ഒന്നാമത്തെ ലൈനിൻ്റെ വെക്ടറായി A1 വെക്ടർ A1 ആയി. രണ്ടാമത്തെ പാസ് ചെയ്യുന്ന പോയിന്റ് 3, 5, 7 ആണ്. അപ്പോൾ നമുക്ക് 3, 5, 7 ആകുമ്പോഴത്തേക്കിന് അതിനെ നമുക്ക് വെക്ടർ A2 എങ്ങനെ എഴുതാൻ സാധിക്കും? 3i - 5j 3i പ്ലസ് 5j പോയിന്റ്സ് പ്ലസ് ആയതുകൊണ്ട് +7. ഇപ്പോൾ A1 A2 കിട്ടും. ഇനി അവയുടെ ഡയറക്ഷൻ റേഷ്യോ ആണ് നമുക്കറിയാം 7 - 6 1 എന്ന് പറയും. അപ്പോൾ നമുക്ക് B1 എങ്ങനെ എഴുതാൻ സാധിക്കും? B1 എന്ന് പറയുന്നത് ഇതിൻ്റെ വെക്ടർ ഫോമിൽ എഴുതിയാൽ 7i - 6j + k. B2 എന്ത് വരും? രണ്ടാമത്തെ ലൈനിൻ്റെ i -2j + k വരും. അപ്പോൾ നമുക്ക് A1 A2 B1 B2 ഇവയെല്ലാം ലഭിച്ചു. അപ്പോൾ ഇവയെല്ലാം ലഭിച്ചുകൊണ്ട് അടുത്തായിട്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A2 - A1 എന്ന് കണ്ടുപിടിക്കാം. A2 - A1 എന്ന് പറയുമ്പോൾ എന്താ? 3 - -1 4i, അടുത്തത് 5 - -1 6j, 7 - -1 8 എന്നീ. അപ്പം A2 - A1 വെക്ടർ A2 മൈനസ് വെക്ടർ A1 എഴുതി നമുക്ക് കിട്ടി.
ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് B1 ക്രോസ് B2 എന്ന് കാണാം. B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറ്റർമിനന്റ് ij ഒക്കെ 7 -6 1 1 -2 1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? I into -6 + 2 minus j into 7 minus 1 plus k into minus 14 plus 600. That is minus 4i minus 6j minus 8k. Minus 4i minus 6j minus 8k. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? B1 ക്രോസ് B2 ഡോട്ട് A2 - A1 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. അപ്പോൾ അത് നമുക്ക് കാണുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് B1 ക്രോസ് B2 എന്താണ്? -4i -6j -8k ഡോട്ട് A2 - A1 നമ്മൾ കണ്ടു 4i plus 6j plus 8k by absolute value of B1 cross B2. Absolute value B1 cross B2 എന്ന് പറയുമ്പോൾ എന്താണ്? root of -4 square plus -6 square plus -8 square. അപ്പോൾ ഇതന്നെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. ഞാൻ ഇതിൻ്റെ ബാക്കി ഇവിടെ ആയിട്ടാണ് എഴുതാം. അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് -16 വരും. -4 × -4 പ്ലസ് -6 × -6 -36 -8 × 8 64. താഴെ നമുക്ക് റൂട്ട് ഓഫ് 16 + 36 + 64. അപ്പോൾ ഇവിടെ 16 ഉണ്ട്, 36 ഉണ്ട്, 64 ഉണ്ട്. എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 116 വരും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് -115 ബൈ റൂട്ട് ഓഫ് 115. അപ്പോൾ നമുക്ക് 115 ബൈ റൂട്ട് ഓഫ് 115 വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 115. ഇതായിരിക്കും നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ ആൻസർ റൂട്ട് 116 ആണ്. സോറി, ഇവിടെ നമുക്ക് 116 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് 116 റൂട്ട് ഓഫ് 116 ആയിരിക്കും അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.